بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق، خلق الإنسان من علق، اقرأ وربك الأكرم الذي علم بالقلم، علم الإنسان ما لم يعلم، كلا إن الإنسان ليطغى أن رآه استغنى، إن إلى ربك الرجعى، أرأيت الذي ينهى عبدا إذا صلى، أرأيت إن كان على الهدى أو أمر بالتقوى، أرأيت إن كذب وتولى، ألم يعلم بأن الله يرى، كلا لئن لم ينته لنسفعا بالناصية، ناصية كاذبة خاطئة، فليدع ناديه، سندع الزبانية، كلا لا تطعه واسجد واقترب. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആകളും ദിക്റുകളും ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ
ഏതെല്ലാമാണവ എന്ന് കൃത്യമായി മനസ്സിലാക്കുവാൻ ഉതകുന്ന, അതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കുടുംബ ജീവിതത്തിലെ വിശുദ്ധിയും യഥാർത്ഥമായ ഇസ്ലാമികമായ സംസ്കാരവും നിലനിന്ന് ഒരു മുസ്ലിമിൻ്റെ കുടുംബജീവിതം പരിപാവനവും പരിശുദ്ധവുമായി മാറാൻ ആവശ്യമായ നിലക്കുള്ള പ്രാർത്ഥനകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഇന്ന് ഈ അവസരത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് ഒരു സമൂഹത്തിന്റെ ഉന്നതമായ കെട്ടുറപ്പിനും ഭദ്രതയ്ക്കും ഏറ്റവും പരിശുദ്ധമായ ഒരു തലമുറയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് കുടുംബജീവിതം പരിപാവനമാക്കുക, പരിശുദ്ധമാക്കുക എന്നതിലൂടെ തന്നെയാണ്. വേറിട്ട് നിന്നിരുന്ന, അന്യരായി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയും പുരുഷനും വിവാഹം എന്ന് പറയുന്ന ഏറ്റവും പരിപാവനമായ കർമ്മത്തിലൂടെ ഒന്നായി തീരുകയും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്നിട്ടുള്ള ആ മഹനീയമായ ബന്ധത്തിലൂടെ വിശുദ്ധമായ ഒരു തലമുറ ഇവിടെ വളർന്നു വരിക, നല്ലവരായ മക്കളെ സംഭാവന ചെയ്യുക, ഉത്തമരായ ഒരു സമൂഹത്തിന്റെ പിറവിക്ക് കാരണമായി തീരാൻ പടച്ചതമ്പുരാനെ ഭയമുള്ള ദമ്പതികളായി മാറുക, ഇതൊക്കെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിർദ്ദേശങ്ങളിൽ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പരിശുദ്ധവും പരിപാവനവുമായ ഒരു ജീവിതം അത് നയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാതിരിക്കുക എന്നത്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ തൻ്റെ പരിശുദ്ധിക്കും തൻ്റെ ജീവിതത്തിലെ ഇബാദത്തുകൾക്കുമൊക്കെ അത് തടസ്സമായി മാറുമെന്ന ചിന്ത ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഏതാനും സഹാബിമാർ പ്രവാചക ജീവിതത്തിന്റെ മാതൃകകളെ സംബന്ധിച്ച് ആരായാനും പഠിക്കാനും വേണ്ടി കയറി വരികയും ആ കൂട്ടത്തിൽ ഒരു സഹാബി, ഞാനിനി വിവാഹം കഴിക്കുകയില്ല, കാരണം വിവാഹ ജീവിതം ഇസ്ലാമികമായ തന്റെ ബാധ്യതാ നിർവഹണത്തിന് പലപ്പോഴും തടസ്സമായിരിക്കും, അതുകൊണ്ട് വിവാഹം കഴിക്കാതെ വിഭാര്യനായി തന്നെ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ സന്ദർഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലത്തില്ലാത്ത അഥവാ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നില്ല സഹാബിയുടെ ഈ തീരുമാനം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞപ്പോൾ ആ സഹാബിയെ വിളിച്ചുകൊണ്ട് ശാസിക്കുകയാണ് ചെയ്തത്, നിങ്ങളുടെ തീരുമാനം ശരിയല്ല. വിവാഹം കഴിക്കുക എന്നത് എന്റെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്, എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്, എന്റെ ചര്യയിൽപ്പെട്ടതാണത്. ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, എനിക്ക് സന്താനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, എന്റെ ചര്യയിൽ നിന്ന് വിമുഖത കാണിക്കുന്ന, എന്റെ ചര്യയോട് വിമുഖത കാണിക്കുന്നവർ ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ പഠിപ്പിച്ചു തന്നത് തഖ്വയോടുകൂടി ജീവിക്കുന്നതിനോ യഥാർത്ഥത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് ശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിനോ ഒരിക്കലും വിവാഹം തടസ്സമല്ല എന്ന സത്യം ഈ ഉമ്മത്തിന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ വിശുദ്ധ ഖുർആൻ അത് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്,
വലഖദ് അർസൽനാ റുസുലം മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 38-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് അർസൽനാ റുസുലം മിൻ ഖബ്ലിക, നബിയെ താങ്കൾക്ക് മുമ്പ് ഒട്ടേറെ പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യതൻ, അവർക്ക് നാം ഭാര്യമാരെയും അഥവാ ഇണകളെയും സന്താനങ്ങളെയും ഒക്കെ നൽകിയിട്ടുമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു ചെയ്ത ഒരു അനുഗ്രഹമാണെന്ത്, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നത്. മനുഷ്യരോട് ചെയ്ത ഒരു റഹ്മത്താണ്. അല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദതൻ വറസഖകും മിനത് ത്വയ്യിബാത്ത്. സൂറത്തുൻ നഹ്ലിലെ 72-ാമത്തെ ആയത്തിൽ കാണാം, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ നിശ്ചയിച്ചു തന്നു. നിങ്ങളുടെ ഇണകളിലൂടെ നിങ്ങൾക്കവൻ മക്കളെയും പേരക്കിടാങ്ങളെയും ഒക്കെ നിശ്ചയിച്ചു തന്നു. വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾക്കവൻ നൽകുകയും ചെയ്തു. പടച്ചവൻ വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അത് എടുത്തു പറഞ്ഞത്. അല്ലാഹുവിന്റെ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങൾക്കവൻ ഇണകളെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. അഥവാ മനുഷ്യൻ ഇണയായിട്ട് മറ്റൊരു വർഗത്തിൽ നിന്നല്ല ഇണയെ സ്വീകരിക്കുന്നത്. മനുഷ്യർക്ക് ഇണയായിക്കൊണ്ട് റബ്ബ് നിശ്ചയിച്ചത് മനുഷ്യരെ തന്നെയാണ്. എന്തിനാണ് ഒരു ഇണയെ സ്വീകരിക്കുന്നത്? എന്തിനാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി, നിങ്ങൾ അവളിലേക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അവൻ പ്രേമത്തെയും കരുണയെയും നിശ്ചയിച്ചു തരികയും ചെയ്തിരിക്കുന്നു. ഇന്ന ഫീ ദാലിക, നിശ്ചയമായും ഇതിലൊക്കെയുണ്ട്, ലആയാതിൽ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ഉറ്റാലോചിക്കുന്ന ജനങ്ങൾക്ക് ഇതിലൊക്കെ വമ്പിച്ച ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും വ്യക്തമായ പ്രതിപാദനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു, അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നതും അതിലൂടെ ഇണ ചേരാനുള്ള പ്രത്യേകമായ സ്നേഹവും പ്രേമവും അതേപോലെ തന്നെ മാനസികമായ ആ നിലക്കുള്ള അഭിവാഞ്ചയുമൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു തന്ന ഒരു അനുഗ്രഹമാണ്. അതിലൂടെയാണ് ഇവിടെ ഉത്തമമായ തലമുറയുണ്ടാകേണ്ടത്. അതിലൂടെ മാത്രമേ ഇവിടെ മനുഷ്യന്മാരുടേതായ കുടുംബ ബന്ധങ്ങൾ, ആ നിലക്കുള്ള പ്രത്യേകമായ തലമുറകൾ വളർന്നു വരേണ്ടത് വിവാഹത്തിലൂടെ മാത്രമാണ്. വിവാഹേതര ബന്ധങ്ങളെ ഇസ്ലാം അതുകൊണ്ടാണ് കർശനമായി നിരോധിച്ചിരിക്കുന്നത്. ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഈ മാർഗത്തിലൂടെയല്ലാതെ ഒരു മനുഷ്യന് തന്റെ കാമത്തെ പൂർത്തീകരിക്കുവാനോ തന്റെ ലൈംഗികമായ മോഹത്തെ അടക്കി വെക്കുവാനോ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇസ്ലാം അംഗീകരിച്ചു തന്ന ഈ മാർഗത്തിലൂടെ ജീവിതം നയിക്കാനും പരിശുദ്ധരായിരിക്കുന്ന സന്താനങ്ങൾക്ക് ജന്മം നൽകാനും ആ നിലക്ക് കെട്ടുറപ്പും ഭദ്രതയും സ്നേഹവും കരുണയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാർഹിക അന്തരീക്ഷം, ഒരു കുടുംബാന്തരീക്ഷം നിലനിർത്താനുമുള്ള നിർദ്ദേശമാണ് വിശുദ്ധ ഖുർആൻ കുടുംബജീവിത സംബന്ധമായ ഏത് നിർദ്ദേശങ്ങളിലും നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് എന്നുള്ളത് കൊണ്ട് അതാ വിവാഹവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങൾ പറയുമ്പോഴും അതേപോലെ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇണയുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ അവസരത്തിൽ പോലും, അതേപോലെ തന്നെ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഏതവസരത്തിലും ആ മക്കളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുമൊക്കെ പ്രത്യേകമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും, അതോടൊപ്പം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളും ഈ മേഖലയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള ഈ അനുഗ്രഹത്തിന്റെ പേരിൽ ദൂർത്തടിക്കുവാനും അതേപോലെ തന്നെ ലക്ഷങ്ങൾ പൊടിച്ചു കളയാനും അതേപോലെ തന്നെ അല്ലാഹു വെറുക്കുന്ന ഒരുപാട് സംഗതികൾക്ക് വിവാഹത്തിന്റെ അവസരങ്ങൾ വേദിയാക്കാനുമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ശ്രമിച്ചു കാണുന്നത്. വിവരമുണ്ടെന്ന് പറയുന്ന ആളുകൾ വരെ
അതല്ലെങ്കിൽ ഇതിനെയൊക്കെ എതിർക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ വരെ സ്വന്തം കാര്യങ്ങളിലേക്ക് എത്തുമ്പോ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന അനാചാരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത്തരം ഘട്ടങ്ങളിൽ കാണിക്കുന്ന തോന്യാസങ്ങൾക്ക് അതിരുകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ് ഒരു വിവാഹം നടക്കുക എന്നത്. ഒരു മകന്റെ വിവാഹം നടക്കുന്നു, അല്ലെങ്കിൽ ഒരു മകളുടെ വിവാഹം നടക്കുന്നു, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് വെറുപ്പുള്ള ഒരു സംഗതിയും ഈ സൽക്കർമ്മത്തോടനുബന്ധിച്ചുകൊണ്ട് ഞാൻ നടത്താൻ പാടില്ല എന്ന തിരിച്ചറിവില്ലാതെ, അതിനെക്കുറിച്ച് ബോധവാനാകാതെ ആ ആഘോഷത്തിന്റെ പേരും പറഞ്ഞ് റബ്ബിന് വെറുപ്പുള്ള ഒട്ടേറെ സംഗതികൾ ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഖേദകരമാണ്. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യന്മാര് മനസ്സിലാക്കണം, വിവാഹം എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹറാമായ ഒരു പ്രവർത്തനത്തിലേക്കും നമ്മൾ തിരിയാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഇന്ന് പ്രവാസികളായ ആളുകൾ തന്നെ, ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഓർക്കുമല്ലോ, ഏറ്റവും കൂടുതൽ ഇന്ന് കടബാധ്യതയിൽ പെട്ടുപോകുന്നത് ഏതിന്റെ പേരിലാണ്? കടക്കാരനായി മാറുന്നത് ഏതിന്റെ പേരിലാണ്? വിവാഹവുമായിട്ടനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ധൂർത്തുകളുടെ പേരിലാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ അയൽവാസി എന്താ ചെയ്തതെന്നാ നോക്കുന്നത്. നാട്ടിലെ മുതലാളിയുടെ വിവാഹത്തിന് എന്തൊക്കെയാ നടന്നത് എന്നാണ് നോക്കുന്നത്. അതിലൊക്കെ എന്തെങ്കിലും കുറഞ്ഞാൽ അത് തന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തോന്യാസവും തെമ്മാടിത്തവും പ്രമാണിവർഗവും പണക്കാരുമാണല്ലോ തുടങ്ങി വെക്കാറുള്ളത്. ആ തുടങ്ങിവെച്ച സർവ്വ തോന്യാസത്തിനും ആ തുടങ്ങിവെച്ച സർവ്വ തെമ്മാടിത്തങ്ങൾക്കും പണമില്ലാത്ത ഈ പാവപ്പെട്ടവനും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ, അതല്ലെങ്കിൽ ആളുകളോട് എരവ് വാങ്ങിയിട്ടോ, അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിയിട്ടോ, അവനും ഈ തോന്യാസങ്ങൾക്കെല്ലാം കൂട്ടുനിന്നുകൊണ്ട് അല്ലാഹുവിന് വെറുപ്പുള്ള സംഗതികളുടെ വേദിയാക്കി വിവാഹ പന്തലുകളും വിവാഹ അവസരങ്ങളും മാറ്റുന്നു. എന്തൊക്കെ തോന്യാസങ്ങളാ നടക്കുന്നത് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇന്ന് മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളുടെ തന്നെ വിവാഹ വേദികളിൽ ഹറാമായ നിലക്കുള്ള സംഗീതങ്ങളില്ലാത്ത വിവാഹങ്ങൾ കുറവാണ്. കയറി ചെല്ലുമ്പോൾ പന്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇരിക്കുമ്പോൾ ആ കല്യാണം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴും അവന്റെ കാതിലേക്ക് സംഗീതത്തിന്റെ മേമ്പൊടിയാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് എന്ന് തോന്നുന്ന ഇടത്തേക്ക് എത്തിപ്പോയി. തലേന്നാള് വലിയ ആഘോഷമാണ്, ബാൻഡ് വേളവും അതേപോലെ തന്നെ മറ്റു നിലക്കുള്ള സംഗീതങ്ങളും ആ സംഗീതങ്ങൾ ആലപിക്കാൻ പറ്റിയ യുവതി യുവാക്കളും അതേപോലെ തന്നെ അതിനു വേണ്ട സംവിധാനങ്ങളും ആയിരക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ടാണ് തലേ ദിവസം അതിനു വേണ്ട ആഘോഷങ്ങൾ നടത്തുന്നത്. അതേപോലെ തന്നെ ചെക്കൻ പുതിയാപ്പിള പുറപ്പെട്ടു പോകുന്ന അവസരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ടും കരിമരുന്ന് പ്രയോഗം നടത്തിക്കൊണ്ടും അതേപോലെ തന്നെ ബാൻഡ് മേളം മുട്ടിക്കൊണ്ടും അങ്ങനെ ഒരുപാട് തോന്നിയാസങ്ങളുടെ വേദികളായി വിവാഹത്തിന്റെ രംഗം മാറ്റുന്നു മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന കക്ഷികൾ. മറ്റു സമൂഹങ്ങളിലെ ആചാരങ്ങളെ കടമെടുക്കുകയാണ്. പരസ്യമായി ആ പെണ്ണിനെയും ആണുങ്ങളുടെ മുമ്പിലേക്ക് ഈ പെണ്ണിന്റെ വേഷമാണെങ്കിൽ ഇസ്ലാമികമല്ല, അവളുടെ കൈ കാണുന്നുണ്ട്, അവളുടെ അരവയറ് കാണുന്നുണ്ട്, അവളുടെ ശരീരത്തിന്റെ കാണേണ്ട ഭാഗങ്ങളൊക്കെ മറക്കേണ്ട ഭാഗങ്ങളൊന്നും മറക്കാതെ പ്രത്യേകമായ അലങ്കാരത്തിന്റെ പൂവും ചൂടിയിട്ട് വളരെ നേരിയ നിലക്കുള്ള വസ്ത്രങ്ങളും ധരിപ്പിച്ചുകൊണ്ട് ആണുങ്ങളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടത്തുന്ന സംസ്കാരം മുസ്ലിമീങ്ങളുടെ പന്തലുകളിൽ നിന്ന് വ്യാപകമായി കണ്ടുവരുന്നു. ചെറുക്കനും പെണ്ണും കൈപിടിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ക്യാമറാമാന്റെ അകമ്പടിയോടുകൂടി വലിയ ലൈറ്റും ഇട്ടുകൊണ്ട് ക്യാമറമാന്റെ അകമ്പടിയോടുകൂടി പെണ്ണ് ഭക്ഷണം കഴിക്കുമ്പോഴും അവൾ വസ്ത്രം മാറുമ്പോഴും അവൾ വസ്ത്രം ഉടുക്കുമ്പോഴും അവൾ തിരിയുമ്പോഴും വഴിയുമ്പോഴും ഏത് ഘട്ടത്തിലും അങ്ങനെ സർവ്വ തോന്നിയാസങ്ങളെയും ക്യാമറയിൽ പകർത്തിക്കൊണ്ട് അങ്ങനെ വിവാഹത്തിന്റെ വേദി, അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ ആ വേദി, അവന്റെ മുമ്പിൽ ശുക്ർ പറയേണ്ടുന്ന രംഗം, തോന്നിയാസത്തിന് വേണ്ടി പണക്കാര് തയ്യാറാകുമ്പോ അതിലെ ഹക്കും ബാത്തിലും നോക്കാതെ പാവപ്പെട്ടവനും അതിന്റെ പിന്നാലെ പോയിട്ടല്ലേ ഇത്തരത്തിലുള്ള കടബാധ്യതകളിൽ പെട്ടുപോകുന്നത്. ഇസ്ലാമികമായ നിലക്കുള്ള വിവാഹങ്ങൾ നടക്കുന്നത് വളരെ അപൂർവമായി മാറിയിരിക്കുന്നു. പെണ്ണിന്റെ വസ്ത്രം ഉടുക്കുന്നിടത്തും ഇസ്ലാമികമായ കാഴ്ചപ്പാടിലല്ല കാണുന്നത്. ഹറാമായ നിലക്കുള്ള വസ്ത്രമാണ് ഉടുപ്പിച്ചിട്ടുള്ളത്, ഹറാമായ നിലക്കുള്ള വേഷത്തിലാണ് ഇറങ്ങുന്നത്.
പുതിയാപ്പിളയാണെങ്കിൽ അവനും അങ്ങനെ തന്നെയാണ്. സ്വർണത്തിന്റെ ആഭരണം അവന്റെയും കയ്യിലുണ്ട്. അത് ഇന്നത്തെ ഒരു ദിവസം ഒന്ന് ഇട്ടാൽ എന്താ തകരാറെന്ന് ഫത്വ ചോദിക്കുന്ന ആളുകളുണ്ട്. ആണുങ്ങൾക്ക് സ്വർണ്ണാഭരണം ഹറാമാണെന്നറിയാം, എന്നാലും ഇന്നത്തെ ഒരു ദിവസം ഒന്നണിഞ്ഞാൽ എന്താ തകരാറെന്ന ന്യായം പറഞ്ഞുകൊണ്ട് കയ്യിൽ സ്വർണത്തിന്റെ മോതിരം മണിയുന്ന മുസ്ലിം പുതിയാപ്പിളമാരില്ലേ? ഹറാമായ എത്രയോ സംഗതികൾക്ക് അവർ കൂട്ടുനിൽക്കുന്നു. ഇനി വിവാഹത്തിന്റെ വേദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും നല്ല വിവാഹം ലളിതമായ വിവാഹമാണ്. അതേപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ ക്ഷണിക്കപ്പെടുന്ന വിവാഹമാണ്. പക്ഷേ ഇന്ന് പല മുതലാളിമാരുടെയും വിവാഹങ്ങളിൽ ഒരേ പന്തിയിൽ 2 തരം വിളമ്പലുകളാണ്. ഭക്ഷണത്തിന്റെ ക്വാളിറ്റി വ്യത്യാസമുണ്ട്. VIP-കൾ വരുമ്പോൾ ഒരു പ്രത്യേക ഭക്ഷണം, അവർക്ക് പ്രത്യേകമായ സൗകര്യം, അവർക്ക് പന്തലിൽ പ്രത്യേകമായ സ്ഥാനം, അവർക്കായി പ്രത്യേകമായ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾ. ജനറൽ കുറെ ആളുകൾ കയറി വരും, പൊതുജനങ്ങൾ, അവർക്കൊരു പ്രത്യേകമായ വേറൊരു ഭക്ഷണം. ഇങ്ങനെ ഭക്ഷണത്തിന്റെ ഐറ്റംസും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഒരേ പന്തിയിൽ 2 തരം വിളമ്പൽ നടത്തി പണക്കാരെയും പണിക്കാരെയും വേർതിരിക്കുന്ന ഈ സംസ്കാരമില്ലേ, ഇത് മുസ്ലിമിന്റെ സംസ്കാരമാണോ? ഇത് ശാപം കിട്ടുന്ന സംസ്കാരമല്ലേ? ഇത് റസൂലുള്ള ലഅനത്ത് ചെയ്തിട്ടുള്ള സംസ്കാരമല്ലേ? പണക്കാരെ മാത്രം വിളിക്കപ്പെടുന്ന വലീമത്തിന്റെ വേളകൾ, പണക്കാരെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള വിവാഹത്തിന്റെ സദ്യകൾ, അത് ബഹിഷ്കരിക്കപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്ര തോന്നിയാസങ്ങൾ ചെയ്യുന്നു സുഹൃത്തുക്കളെ. പല രൂപത്തിലുള്ള ഹറാമായ നിലക്കുള്ള പെരുമാറ്റങ്ങളും ആ നിലക്കുള്ള കാഴ്ചപ്പാടിലൂടെ വിവാഹത്തിന്റെ തലേന്നും വിവാഹത്തിന്റെ ദിവസവും അതേപോലെ തന്നെ അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിലുള്ള അനിസ്ലാമികമായ ഇടപെടലുകൾ, വിവാഹത്തിന്റെ തലേനാള് ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കലും, അതേപോലെ തന്നെ വീടിന്റെ അടുക്കളയിലും അറയിലും റൂമുകളിലുമൊക്കെ അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലരുകളുമൊക്കെ അതൊക്കെ അനുവദിക്കപ്പെടുന്ന നിലക്കുള്ള ഒരു സംസ്കാരമായി തരം താഴുന്നു. അതാരെങ്കിലും എതിർത്താൽ അവൻ മോശക്കാരനായി പോയി. അയൽവാസികൾ എന്ന പേരിൽ, വിവാഹത്തിന് ഒരുക്കാൻ വരുന്നവരെന്ന പേരിൽ, സഹായികൾ എന്ന പേരിൽ ചെറുപ്പക്കാരെ വീട്ടിന്റെ അകത്തേക്ക് കയറ്റി കൂട്ടിയിട്ട് നടക്കാത്ത തോന്യാസങ്ങളുണ്ടോ, തെമ്മാടിത്തങ്ങളുണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ഈമാനുള്ള ആളുകളാണെങ്കിൽ, വിശ്വാസികളായ ആളുകളാണെങ്കിൽ നമുക്കൊരു ബാധ്യതയുണ്ട്. റബ്ബ് സുബ്ഹാനഹു പറഞ്ഞ ഏറ്റവും വലിയ ഒരു റഹ്മത്താണ് വമിൻ ആയാതിഹി, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് നമുക്ക് നമ്മളിൽ നിന്ന് തന്നെ ഇണകളെ നിശ്ചയിച്ചു തന്നതും അതുമായി ബന്ധപ്പെട്ടതെല്ലാം പടച്ചവന്റെ ഒരു റഹ്മത്താണ്. അത് അള്ളാഹു പൊരുത്തപ്പെടുന്ന നിലക്കല്ലാതെ അതുമായി ബന്ധപ്പെട്ട യാതൊരു സംസ്കാരവും നമ്മിൽ ഉണ്ടായിക്കൂടാ. കൃത്യമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണത്. അതിൽ നിന്ന് തെറ്റിയപ്പോ മുസ്ലിമീങ്ങൾക്ക് എന്തൊക്കെ ആപത്ത് വന്നു? അതിന്റെ പിന്നാലെ പോയി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് മാമൂലുകളുടെയും ആചാരങ്ങളുടെയും നാട്ടാചാരങ്ങളുടെയും പണക്കാർ ചെയ്യുന്ന കാര്യങ്ങളുടെയും ഒക്കെ പിന്നാലെ പോയപ്പോ വളരെ നിസ്സാരമായി ലളിതമായി നടക്കേണ്ടിയിരുന്ന സംഗതികളെ ഇവന്റെ മുതുകൊടിക്കുന്ന നിലക്കുള്ള ഭാരങ്ങളായിക്കൊണ്ട് ഒരിക്കലും തീർത്താൽ തീരാത്ത കടബാധ്യതയിൽ പെട്ടുപോയില്ലേ സമൂഹത്തിലെ ഒഴിഭാഗം ആളുകൾ? അതാരുടെ കുഴപ്പമാണ്? ഈ മാറാപ്പുകളൊക്കെ ഇവന്റെ മുതുകിലും അവന്റെ തലയിലും വെച്ച് കെട്ടിയത് ഇസ്ലാമാണോ? അള്ളയാണോ? റസൂലാണോ? ഒരിക്കലുമല്ലല്ലോ. സമൂഹത്തിലെ തെമ്മാടികളല്ലേ എപ്പോഴും തോന്യാസത്തിന്, പ്രമാണിവർഗങ്ങളല്ലേ സമൂഹത്തിലെന്നും തെമ്മാടിത്തത്തിന് നേതൃത്വം നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നാം ഒരു നാട്ടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു രാജ്യത്തെ അങ്ങ് നശിപ്പിച്ചു കളയാൻ നാം ഉദ്ദേശിച്ചാൽ, അമർനാ മുത്രഫിഹാ ഫഫസഖൂ ഫീഹാ, നാം അവിടുത്തെ പണക്കാരോട് കൽപ്പിക്കുന്നു, അവിടുത്തെ പ്രമാണിമാരോട് കൽപ്പിക്കുന്നു, അഥവാ ഫഫസഖൂ ഫീഹാ, അവരുടെ പണത്തിന്റെ ഊക്കുകൊണ്ട്, അവരുടേതായ സ്വാധീനത്തിന്റെ ഊക്കുകൊണ്ട് അവരാ നാട്ടിലതാ തെമ്മാടിത്തം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു നാട് തകരുന്നത് പണക്കാരുടേതായ തെമ്മാടിത്തം മുഖേനയാണെന്ന്.
അവരുടെ തോന്നിവാസങ്ങൾ മുഖേനയാണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുമ്പോ, ഒരു നാട്ടിൽ ഇല്ലാത്ത ഒരു അനാചാരം ഉണ്ടാക്കുന്നതിൽ എനിക്കോ നിങ്ങൾക്കോ പങ്കുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം വേദനിക്കേണ്ടി വരുന്നു എങ്കിൽ ആ ശിക്ഷയുടെ വിഹിതം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ട് ഏത് വേളയിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യത്തിന് നമ്മളാരും കാരണക്കാരായി നിന്നു കൊടുക്കരുത്. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവാഹത്തോടനുബന്ധിച്ച് പഠിപ്പിച്ചിരുന്ന പ്രാർത്ഥനകളിൽ ഈ ആശയത്തെ നമുക്ക് കാണാൻ സാധിക്കും. ബറക്കത്ത് ചൊരിയാൻ വേണ്ടിയാണ് വിവാഹത്തിന്റെ അവസരത്തിൽ ഒരാൾ പ്രാർത്ഥന നടത്തേണ്ടത്. വിവാഹത്തിന്റെ അവസരത്തിൽ വധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് എത്ര ആളത് ചെയ്യുന്നുണ്ട്? അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ ആശംസാ പ്രാർത്ഥന, അതല്ലെങ്കിൽ ആ പ്രാർത്ഥനാ വാചകം മനസ്സറിഞ്ഞുകൊണ്ട് ഏത് വധൂവരന്മാർക്ക് വേണ്ടിയാണെന്ന് സമൂഹത്തിൽ നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സമൂഹത്തിൽ മുമ്പുണ്ടായിരുന്ന ഒരു സംസ്കാരം, അവര് വിവാഹം കഴിഞ്ഞാൽ വധൂവരന്മാരോട് പറയാറുണ്ട്, നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ, നിങ്ങൾക്ക് നല്ല ആൺമക്കളെ പ്രദാനം ചെയ്യട്ടെ, ആൺമക്കളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്ന ഒരു സംസ്കാരം. കാരണം ജാഹിലിയ്യ സംസ്കാരത്തിൽ അവർക്ക് പെണ്ണിനെ കണ്ടുകൂടാ. ഒരു പെൺകുട്ടിയാണ് ജനിച്ചതെന്നറിഞ്ഞാൽ വഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു വലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ജാഹിലിയ്യ കാലഘട്ടത്തിലെ ചിലരുടെ സംസ്കാരത്തെ പറ്റി അല്ലാഹു നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ്. ജനിച്ചത് പെൺകുട്ടിയാണ് എന്ന വാർത്തയാണ് രക്ഷിതാക്കൾ കേട്ടതെങ്കിൽ അതാ അവന്റെ മുഖമാകെ കറുത്തിരുളുകയായി. അവൻ പിന്നെ അടച്ചിട്ട റൂമിൽ നിന്ന് പുറത്ത് കിടക്കാതായി. അവൻ പിന്നെ ചിന്തിക്കുന്നത്, ഈ കുട്ടിയെ അപമാന ഭാരം ഭയം സഹിച്ചുകൊണ്ട് ഞാൻ നിലനിർത്തണോ അതോ ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടണോ എന്നതാണ് അവന്റെ ചിന്ത. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ വിവാഹം കഴിഞ്ഞാൽ വധൂവരന്മാരോട് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ആൺമക്കളെ കിട്ടട്ടെ എന്ന ആശംസാവാചകമാണ് പറഞ്ഞിരുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് എടുത്തു മാറ്റിയിട്ട് അവിടുന്ന് വിവാഹം കഴിയുന്ന വധൂവരന്മാരോട് ആശംസയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആ ദുആ നമുക്കും പഠിപ്പിച്ചു തരുന്നു. എന്താണ് നിക്കാഹ് കഴിഞ്ഞാൽ വധൂവരന്മാർക്ക് വേണ്ടി നമ്മൾ എന്താണ് ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പ്രാർത്ഥിച്ചത്? അവിടുന്ന് പറഞ്ഞു, ബാറകല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ബാറകല്ലാഹു ലക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. വബാറക അലൈക, നിന്റെ മേൽ വീണ്ടും അവൻ ബർക്കത്ത് ചെയ്യട്ടെ. വജമഅ ബൈനകുമാ, നിങ്ങൾക്കിരുവർക്കും ഇടയിൽ അല്ലാഹു ഒരുമിച്ച് ചേർക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ ഒരുമിച്ച് ചേർത്തരട്ടെ. ഫീ ഖൈരിൻ, ഖൈറിൽ, എല്ലാ നിലക്കുമുള്ള ഖൈറിൽ നിങ്ങളെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ എന്ന് ആ ദമ്പതികൾക്ക് വേണ്ടി വിവാഹം കഴിഞ്ഞ ശേഷം വധൂവരന്മാർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. വിവാഹം കഴിഞ്ഞിട്ട് അറിഞ്ഞാലും പ്രവാചകൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിവാഹം നടന്നാൽ ആ നാട്ടിലെ ഖാളി അറിയാതെ വിവാഹം നടന്നു പോയാൽ അതിനേക്കാൾ വലിയ ഒരു അപരാധം ഇനി വേറെ എന്താ? പള്ളിക്കമ്മിറ്റി അറിയാതെ ഒരു നിക്കാഹ് നടന്നു പോയാൽ, അല്ലെങ്കിൽ നാട്ടിലെ ഇമാമോ ഖാളിയോ നേതാവോ ഒക്കെ അറിയാതെ ഒരു വിവാഹം നടന്നു പോയാൽ അതിന്റെ പേരിൽ ഊരി വിലക്കുന്ന സംസ്കാരമല്ലേ ഉള്ളത്? മഹല്ല് ബഹിഷ്കരിക്കുന്ന സംസ്കാരമല്ലേ ഉള്ളത്? മഹല്ലിന്റെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കുന്ന സംസ്കാരമല്ലേ ഉള്ളത്? അതേ അവസരത്തിൽ അതാ ലോകം കണ്ട ഏറ്റവും വലിയ ഖാളി, ലോകം കണ്ട ഏറ്റവും വലിയ ഇമാം, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതാ എതിർഭാഗത്ത് നിന്ന് തന്റെ പ്രിയപ്പെട്ട സഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ അതാ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഒരു സുഗന്ധത്തിന്റെ അടയാളം കാണുന്നു.
കാണുന്നു. സുഗന്ധത്തിൻ്റെതായ മണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അനുഭവപ്പെടുന്നു. സഹാബിയാണ്, എപ്പോഴും കാണുന്നയാളാണ്, തന്റെ അരിമ ശിഷ്യനാണ്. നമുക്കറിയാമല്ലോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചോദ്യമാണ്, മാ ഹാദാ, പതിവിന് വിപരീതമായിട്ട് എന്താ അബ്ദുറഹ്മാനെ ഇന്നൊരു പുതുമണം കേൾക്കുന്നല്ലോ, വസ്ത്രത്തിൽ ഒരു മാറ്റം കാണുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അരിമ ശിഷ്യൻ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കറിയണോ, ഇന്നി തസവ്വജതു ഇംറഅതൻ അലാ വസ്നി നവാതിൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിന്റെ ഒരൽപ്പം നൽകിയിട്ട്, തൂക്കം നൽകിയിട്ട്, മഹർ കൊടുത്തിട്ട് ഞാനൊരു കല്യാണം കഴിച്ചു നബിയേ, ഞാൻ വിവാഹിതനായി നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുന്നു. എന്താ നബി പറഞ്ഞ, അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. എന്നാണെങ്കിൽ ഞാനറിയാതൊരു നിക്കാഹ് ഈ മഹലിലോ, ഞാനറിയാത്തൊരു വിവാഹോ ഇക്കണ്ട കാലക്കേട് എന്നോട് പറയാതെ, അതല്ലല്ലോ കാരുണ്യത്തിന്റെ പ്രവാചകൻ ചെയ്തത്. ഉടനെ സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്, ഫബാറകല്ലാഹു ലക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ അബ്ദുറഹ്മാനെ, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. കണ്ടോ, വിവാഹം കഴിഞ്ഞ പുതിയാപ്പളനെ കണ്ടപ്പോ, കല്യാണം കഴിഞ്ഞു എന്ന സന്തോഷം പറഞ്ഞപ്പോ, നീ എന്തേ എന്നോട് പറയാത്തത് എന്ന പരിഭവമല്ല, നീ എന്തേ എന്നെ ക്ഷണിക്കാതെ നിക്കാഹ് നടത്തി എന്ന പരിഭവമല്ല. ഉടനെ അതെന്തോ ആകട്ടെ, പറയട്ടെ, പറയാതിരിക്കട്ടെ, വിവാഹം കഴിഞ്ഞെന്ന് കേട്ടപ്പോ ഉടനെ തന്നെ പറയുന്നത്, ബാറക്കല്ലാഹ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. എന്തൊരു നല്ല മനസ്സ്, എന്തൊരു വിനയത്തിന്റെ നിറകുടം. എന്നിട്ടാണ് പറയുന്നത് എന്ത്, ഔലിം വലൗ ബിശാത്തിൻ, ദുആയാദ്യം നടത്തി, പിന്നെ പറയുകയാണ് ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിൽ ഒരു വലീമത്തൊക്കെ നടത്തണം കേട്ടോ. കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ള സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൽപ്പം തമാശ കലർന്ന രൂപത്തിൽ തന്നെ പറയാണ്, ഔലിം വലൗ ബിശാത്തിൻ, ഒരാടിനെങ്കിലും അറുത്തിട്ട് വലീമത്തൊക്കെ തരണം കേട്ടോ. അത് ചോദിക്കാം. വിവാഹം കഴിഞ്ഞ വരനെ കാണുമ്പോ അവർക്ക് വേണ്ടി ആദ്യം തന്നെ എന്താ നമുക്ക് കോള് തരണം എന്നല്ല പറയേണ്ടത്, അല്ലെങ്കിൽ എന്തടോ എന്നെ ക്ഷണിക്കാഞ്ഞത് എന്നുമല്ല പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിച്ച ഈ തർത്തീബ് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങൾക്കും മാതൃകയാണ്. ക്ഷണിക്കാത്തതിൽ അവിടുന്ന് പരിഭവപ്പെട്ടില്ല, ഉടനെ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, ബറക്കല്ലാഹു ലക, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചൊരിയട്ടെ. എന്നിട്ട് പിന്നെ ചോദിക്കാണ്, നമുക്കൊന്നുമില്ലേ, എന്തെങ്കിലുമൊക്കെ വലീമത്ത് എനിക്കും തരണം. അതൊരു സുന്നത്തായ സദ്യയാണ്. വലീമത്ത് എന്ന് പറയുന്നത് നല്ല ഭക്ഷണമാണ്. ഏത് ഭക്ഷണത്തിന് ക്ഷണിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലീമത്തിന് ക്ഷണിക്കപ്പെട്ടാൽ നീ പോയേ പറ്റൂ, വലീമത്തിന്റെ ഭക്ഷണത്തിന് ഉത്തരം ചെയ്യൽ നിനക്ക് അനിവാര്യമാണ് എന്നൊക്കെ വലീമത്ത് സദ്യയുടെ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇതാ നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിയായി വിവാഹം കഴിഞ്ഞു, പരാതിയൊന്നുമില്ല. ഞാൻ അപ്പം മദീനത്ത് നിന്ന് പുറത്താക്കും, എന്റെ പള്ളിയിൽ ഇനി പ്രവേശനമല്ല, വേറെ പള്ളി ഉണ്ടാക്കിക്കോ, വേറെ പോയിക്കോ, എനിക്ക് ഇവിടെ മഹല്ല് ബഹിഷ്കരിക്കും, ഇനി മരിച്ചാൽ ഞങ്ങളെ ഖബർസ്ഥാനിൽ കബറടക്കൂല, അതൊന്നും പറഞ്ഞില്ല, ഒന്നും പറയില്ല. മുസ്ലിമാണെങ്കിൽ ഒന്നും പറയൂല. അതൊക്കെ ശുദ്ധമായ കാപട്യത്തിന്റെ മറുപടികളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യമായി കൊണ്ട് നിയുക്തനായ നബിയല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഇന്നത്തെ വധൂവരന്മാർക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്യാൻ നമുക്ക് തോന്നുമോ? സ്വർണം ധരിച്ചിട്ട് ഇറങ്ങുന്ന ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് ബാറക്കല്ലാഹു ലക എന്ന് എങ്ങനെ പറയാനാണ്? ഹറാമല്ലേ അവൻ ചെയ്തിരിക്കുന്നത്? അവന്റെ വസ്ത്രം ഹറാമായ നിലക്കല്ലേ? അവനതാ വസ്ത്രം നെരിയാണിക്ക് താഴെ ഉടുക്കുന്ന ഒരു പ്രത്യേക പാന്റും ധരിച്ചിട്ടാ അവൻ ഇറങ്ങുന്നത്. ഒരു വേള താടി വെച്ച് സുന്നത്തെടുത്തിരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പുതിയാപ്പള പുറപ്പെടുമ്പോ ക്ലീൻ ഷേവ് ആയിട്ടല്ലേ അവൻ ഇറങ്ങുന്നത്? ഒക്കെ അല്ലാഹുവിന്റെ റസൂല് വെറുത്ത രൂപത്തിലുള്ള സംഗതികൾ ചെയ്തുകൊണ്ടല്ലേ പുറപ്പെടുന്നത്? ബാറക്കല്ലാഹു ലക എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് എങ്ങനെ പറയാനാണ്? എന്നാലും സുഹൃത്തുക്കളെ, അയാളിൽ കാണുന്ന തെറ്റുകളെ സ്നേഹത്തോടു കൂടി തിരുത്തി കൊടുത്തിട്ടെങ്കിലും നമ്മൾ ദുആ ചെയ്തേ പറ്റൂ. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ ഖൈറിൽ ഒരുമിച്ച് ചേർക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം തരട്ടെ.
നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം തരട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ഖൈറായ മക്കളെ തരട്ടെ, നിങ്ങൾക്ക് അള്ളാഹു ഖൈറായ നിലക്കുള്ളൊരു ജീവിതം നൽകട്ടെ. എല്ലാം ഒതുങ്ങുന്ന അർത്ഥവത്തായ സാരസമ്പൂർണമായ വാചകങ്ങളാ റസൂലുള്ള ഉപയോഗിക്കുന്നത്. വജമഅ ബൈനകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ അള്ളാഹു ഒരുമിച്ച് ചേർക്കട്ടെ. ഫീ ഖൈർ, ഖൈറായ എല്ലാത്തിലും. ഏത് ഖൈർ എന്നല്ല, ഏതൊക്കെ ഖൈറുകളുണ്ടോ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ, അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു തരട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് നടത്താനുള്ള പ്രാർത്ഥന അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ വധൂവരന്മാരെ കാണുമ്പോൾ അത് പുരുഷനോട് പറയും പോലെ സ്ത്രീകൾക്ക് സ്ത്രീകളോടും പറയൽ സുന്നത്താണ്. അതേപോലെ തന്നെ അതാ ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു മാതൃക, വിവാഹം കഴിഞ്ഞാൽ തന്റെ ഇണയെ ആദ്യമായി കാണുന്ന അവസരത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പറയാൻ വേണ്ടി പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ജബൽതഹാ അലൈഹി വ അഊദു ബിക മിൻ ശർരിഹാ വ മിൻ ശർരി മാ ജബൽതഹാ അലൈഹി. അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഖൈറഹാ, ഇവളുടെ എല്ലാ ഖൈറിനെയും നിന്നോട് ചോദിക്കുന്നു. അഥവാ ഖൈറ ഹാദിഹിൽ മർആ, ഈ പെണ്ണിന്റെ എല്ലാ ഖൈറും, ഏതുപോലെ നല്ല നിലക്കുള്ള പെരുമാറ്റങ്ങൾ ഇവളിൽ നിന്നുണ്ടാകണം. അവൾ അവളുടേതായ കിടപ്പറയെ സൂക്ഷിക്കുന്ന പെണ്ണാവണം, എന്റെ സമ്പത്തിൽ അമാനത്ത് പുലർത്തുന്ന പെണ്ണാവണം, ഭർത്താവിനോടുള്ള കടമകളെ കൃത്യമായി നിറവേറ്റുന്ന പെണ്ണാവണം. അങ്ങനെ ഒരു ഉത്തമയായ ഭാര്യയ്ക്ക്, ഒരു സ്വാലിഹത്തായ പെണ്ണിന് എന്തൊക്കെ ഗുണങ്ങൾ വേണോ ആ ഖൈറൊക്കെ എന്റെ ഭാര്യയിൽ ഉണ്ടാക്കണം. അല്ലാഹുവേ, ഇന്നി അസ്അലുക ഖൈറഹാ, ഇവളുടെ എല്ലാ ഖൈറിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വ ഖൈറ മാ ജബൽതഹാ അലൈഹി, നല്ല നിലക്കുള്ള സംസ്കാരങ്ങളും സ്വഭാവങ്ങളും ഏതൊക്കെയാണ് അവൾ നീ സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ ആ നിലക്കുള്ള എല്ലാ ഖൈറായ സ്വഭാവങ്ങളെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. വ അഊദു ബിക, റബ്ബേ, നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു, മിൻ ശർരിഹാ, ഇവളുടെ എല്ലാ തിന്മകളിൽ നിന്നും. അതേപോലെ തന്നെ വ ശർരി മാ ജബൽതഹാ അലൈഹി, ഏതൊക്കെ തിന്മകളാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങളാലാണ് ഇവളിൽ നിന്ന് തിന്മകൾ ഉണ്ടായിത്തീരാൻ സാധ്യതയുള്ളതെങ്കിൽ അവയിൽ നിന്നെല്ലാം എല്ലാ നിലക്കുള്ള പോരായ്മകളിൽ നിന്നും ഷർറിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയും ചെയ്യുന്നു. ഇത് ഒരു ഭാര്യയുടെ സമീപത്ത് വെച്ച് ആദ്യമായിട്ട് അവളുമായി സംഗമിക്കുമ്പോൾ പറയേണ്ടുന്നൊരു പ്രാർത്ഥനയായി അവിടുന്ന് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, പടച്ചതമ്പുരാനോട് എല്ലാം വിവാഹത്തിന്റെ അവസരം, അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ, വിവാഹത്തിന്റെ തുടക്കം, വിവാഹം കഴിഞ്ഞ ശേഷം തന്റെ ഇണയുമായി കാണുന്ന നേരം എല്ലാം തന്റെ റബ്ബിലേക്ക് ഇങ്ങനെ വരമേൽപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന ഒരു കുടുംബം, ആ നിലക്ക് ഭക്തിയോടുകൂടി കാലെടുത്തു വെക്കുന്ന ഒരു കുടുംബം, അവരിലൂടെ ഉണ്ടാകുന്ന മക്കൾ സമൂഹത്തിന് എന്നും ഉപകാരക്കാരാണ്, ദീനിന് ഉപകരിക്കുന്ന മക്കളാണ്, ആഖിറത്തെ പേടിക്കുന്ന മക്കളാവണം, മാതാപിതാക്കളെ ആദരിക്കുന്ന മക്കളാവണം, അവരെ നല്ല നിലക്ക് നോക്കുന്ന മക്കളാവണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, പൈശാചികമായ ബാധകളിൽ നിന്ന്, പിശാചിൻ്റെതായ ഉപദ്രവങ്ങളിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഏറെ അനിവാര്യമായ ഒരു സംഗതിയാണ്. കാരണം മനുഷ്യനെ പഴപ്പിക്കാനും നശിപ്പിക്കാനും, അവനെ ശാരീരികമായും മാനസികമായും തളർത്താനും, അവന്റെ ദീനിനെ തകർത്ത് കളയാനും കച്ചകെട്ടിയിറങ്ങിയിട്ടുള്ളവനാണല്ലോ ഇബ്ലീസ്. അതുകൊണ്ട് വിവാഹത്തിലൂടെ ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് മറ്റൊരു തലമുറക്ക് ജന്മം നൽകലാണ്. വിവാഹം കഴിക്കുന്നത് തന്നെ സാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. സാലിഹീങ്ങളായ മക്കളെ തരണം എന്ന് വിവാഹത്തിന്റെ മുമ്പേ പ്രാർത്ഥിച്ചവരാണ്. വിവാഹത്തിൻ്റെ അതേപോലെ തന്നെ മക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പേ ആ നിലക്കുള്ള പ്രാർത്ഥന വേണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മക്കൾ ഉണ്ടായിട്ടും പ്രാർത്ഥിക്കണം, മക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പേയും പ്രാർത്ഥിക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മക്കളില്ലാത്ത ദമ്പതികളാണെങ്കിലും അവരത് പ്രാർത്ഥിക്കണമല്ലോ. അതേപോലെ തന്നെ റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ,
നല്ലവരായ മക്കളെ നീ എനിക്ക് തരണേ എന്ന് ദുആ ചെയ്തല്ലോ അമ്പിയാക്കന്മാര് മുമ്പേ അവർ ദുആ ചെയ്തു. മക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പേ റബ്ബിനോട് ചോദിച്ചു, ഉണ്ടാകുന്ന മക്കൾ നല്ലവരായ മക്കളാവണം, തയ്യിബത്തായ മക്കളാവണം, നല്ല നിലക്ക് പരിശുദ്ധരായ മക്കളെ തരണം. കാരണം മക്കളെ കിട്ടലും കിട്ടാതിരിക്കലും ഒക്കെ പരീക്ഷണമാണ്. മക്കൾ ഉണ്ടായിട്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകളുണ്ട്, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്നവരുണ്ട്. മക്കൾ ഉണ്ടായിട്ടും ഈ മക്കൾ എനിക്ക് ജനിക്കാതെ പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ രക്ഷിതാക്കളില്ലേ? മക്കളില്ലാതെ വേദന അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെ ചില രക്ഷിതാക്കളുണ്ട്, അവർക്ക് മക്കളുണ്ട്. പക്ഷെ ഈ മകൻ എനിക്ക് പറക്കാതെ പോയെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ മകൾ എനിക്ക് ജനിക്കാതെ പോയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുന്ന എത്രയോ രക്ഷിതാക്കളില്ലേ ഈ ഭൂമിയിൽ ഉണ്ട്. എന്താ കാരണം? പ്രതീക്ഷക്കൊത്ത് മക്കൾ നന്നായില്ല. എല്ലാ തോന്നിയാസങ്ങളുടെയും തെമ്മാടിത്തത്തിന്റെയും മുന്നിൽ നിൽക്കുന്നത് മകനാണെങ്കിൽ, അതേപോലെ തന്നെ എല്ലാ തോന്നിയാസികളുടെയും പിന്നാലെയാണ് തന്റെ മകളെങ്കിൽ, അങ്ങനെ ഒരു മകൾ ഉണ്ടായിട്ടെന്താ കാര്യം? അങ്ങനെ ഒരു മകൻ ഉണ്ടായിട്ടെന്താ കാര്യം? അതുകൊണ്ട് ഇസ്ലാം മുൻകൂട്ടി തന്നെ ദുആ പഠിപ്പിച്ചു തരികയാണ്. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ തയ്യിബ, പരിശുദ്ധരായ മക്കളെ തന്ന് അനുഗ്രഹിക്കണം റബ്ബേ എന്ന്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ വിവാഹത്തിന്റെ ഓരോ ഘട്ടത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് നീ നിന്റെ ഭാര്യയുമായി ഇണചേരുന്ന അവസരത്തിൽ വരെ ഒരു സന്താനത്തിന് ജന്മം നൽകാൻ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള ശാരീരികമായ ബന്ധമുണ്ടല്ലോ, ഹറാമായ നിലക്കുള്ള വ്യഭിചാരം നിനക്ക് പാടില്ലല്ലോ. അള്ളാഹു അനുവദിച്ചു തന്ന വിവാഹത്തിലൂടെ ഒരു അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിക്കുകയാണ്. അവർ തമ്മിൽ ഇനി മറകളില്ല. അവരുടേതായ സ്വകാര്യ ജീവിതത്തിലെ സ്വകാര്യ നിമിഷങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൗ അന്ന അഹദഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബ് الشيطان ما رزقتنا فإنه إن يقدر بينهما ولد في ذلك لم يضره شيطان أبدا. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന ഹദീസാണിത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലൗ അന്ന അഹദഹും, നിങ്ങളിൽ ഒരാൾ, ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു, തന്റെ കുടുംബത്തെ തന്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിന് ഉദ്ദേശിക്കുന്ന അവസരത്തിൽ ഖാല, അവൻ പറയണം എന്ത്? ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹു അനുവദിച്ചു തന്നിട്ടുള്ള ഈ ഒരു കർമ്മം ഇതാ അല്ലാഹുവിന്റെ നാമത്തിൽ. എന്നിട്ട് അല്ലാഹുവിനോട് അവൻ ചോദിക്കുകയാണ്, അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ, അല്ലാഹുവേ നീ ഞങ്ങൾ രണ്ടാളിൽ നിന്നും ശൈത്താനെ അകറ്റണമേ. പടച്ചവനെ, ഞങ്ങൾ രണ്ടാളെ തൊട്ടും നീ ശൈത്താനെ അകറ്റണം. ഈ കാര്യത്തിൽ ശൈത്താനൊരു പങ്കുമുണ്ടാകരുത്, ശൈത്താന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകരുത്. ഞങ്ങളുടെ ഈ സംഗമവേളയിൽ നീ ശൈത്താനെ അകറ്റി നിർത്തണം. ഞങ്ങളിൽ മാത്രമല്ല റബ്ബേ, വജന്നിബി ശൈത്താന മാ റസഖ്തനാ ഫീമാ റസഖ്തനാ എന്നും കാണാം ചില റിപ്പോർട്ടുകളിൽ. വജന്നിബി ശൈത്താന, ശൈത്താനെ നീ അകറ്റിത്തരണം. മാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് നൽകുന്നതിലും. ഞങ്ങൾക്ക് നീ സന്താനത്തെ നൽകുന്നുവെങ്കിൽ ആ ജനിക്കാൻ പോകുന്ന സന്താനത്തിനും പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകരുത്. പൈശാചിക സ്വഭാവങ്ങളുടെ മോനാവരുത്, പൈശാചിക സ്വഭാവങ്ങളുടെ മോളാവരുത്. നീ വെറുക്കപ്പെടുന്ന സംഗതികളുടെ പിന്നാലെ പോകുന്ന മക്കളാവരുത്. നല്ലവരായ മക്കളെ തരണം റബ്ബേ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ സംഗമവേളയിൽ ശൈത്താനെ നീ അകറ്റിത്തരണം. ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന സന്താനങ്ങളിൽ നിന്നും ശൈത്താനെ നീ അകറ്റണമേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഫള് പറയാണ്, ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക. ഇങ്ങനെ ഒരു മുസ്ലിം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ ആ സംഗമത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ ഒരു സന്താനത്തെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ലം യദുർറഹു ശൈത്താനുൻ അബദാ, ഒരു കാലത്തും പിന്നെ കുഞ്ഞിനെ ശൈത്താൻ ഉപദ്രവിക്കുന്നതല്ല. ഒരു കാവലാണത്. ഇതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പാടില്ല എന്നാ സുല്ലമി പറയണത്. ഇതൊന്നും പറയാൻ പാടില്ല. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അത് മുക്കിലെ തരിയല്ലേ, അത് ബാക്ടീരിയ അല്ലേ, വൈറസ് അല്ലേ എന്നാ പറയണത്. ശൈത്താൻ മനുഷ്യന്റെ മനസ്സിൽ ചില ദുർബോധനങ്ങൾ ഉണ്ടാക്കുകയല്ലാതെ
വസ്വാസ് ഉണ്ടാക്കലല്ലാതെ മറ്റ് യാതൊരു നിലക്കുള്ള സ്വാധീനവും ശൈത്താനില്ല എന്ന് പറയുമ്പോ നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ ഈ ശാരീരികമായ ബന്ധത്തിന്റെ അവസരത്തിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആ അവസരത്തിൽ ശൈത്താനെ അകറ്റണം എന്ന് പറയുന്നതിൽ വേറെയും ഉദ്ദേശങ്ങളില്ലേ? തീർച്ചയായും ഉണ്ട് സുഹൃത്തുക്കളെ, അത് വേറെ വലിയ വിഷയമാണ്. എന്തായിരുന്നാലും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വിവാഹത്തിലൂടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു സന്താനമുണ്ടായി കാണാനാണ്. ആ സന്താനത്തിന് വേണ്ടി മനുഷ്യൻ തന്റെ ഇണയുമായുള്ള സംഗമവേളയിൽ വരെ റബ്ബിനെ മറക്കരുത്, പടച്ച തമ്പുരാന്റെ നാമം പറയുകയും അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുകയും വേണം. അങ്ങനെ പൈശാചികമായ നിലക്കുള്ള ഏത് നിലക്കുള്ള വൃത്തികേടുകളും ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും ആ നിലക്കുള്ള മോശപ്പെട്ട പല കാര്യങ്ങളിലേക്കും മോശപ്പെട്ട സ്വഭാവങ്ങളിലേക്കും കൊണ്ടുപോകാനാണ് ലോകത്ത് പല നിലക്കുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതിൽ നിന്ന് തടയിടാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മക്കൾ ജനിച്ച് വളർന്നു വലുതാകുമ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത്. ഏതവസരത്തിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. പൈശാചികമായ ബാധകളിൽ നിന്ന്, പിശാചിന്റേതായ ഉപദ്രവത്തിൽ നിന്ന്, അതേപോലെ തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന്, അതുപോലെ തന്നെ കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് ഒക്കെ മക്കൾക്ക് വേണ്ടി മന്ത്രിക്കാനും പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംസ്കാരമാണെന്ന് പറഞ്ഞിട്ടല്ല പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഇന്ന അബാകുമാ കാന യുഅവ്വിദു ബിഹാ ഇസ്മാഈല വ ഇസ്ഹാഖ്. നിങ്ങളുടെ ഉപ്പ അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്നോമന പുത്രന്മാരായ ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കുമൊക്കെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് അഭയം ചോദിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ഞാനും അള്ളാഹുവിനോട് ചോദിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്ക് വേണ്ടിയും ഇസ്ഹാഖ് നബിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിരുന്ന അതേ പ്രാർത്ഥന വർഷങ്ങൾ കഴിഞ്ഞപ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ പ്രാർത്ഥന തന്നെ ഏറ്റുപറയുന്നു. ആർക്ക് വേണ്ടി? ഹസൻ ഹുസൈൻ എന്നീ പേരമക്കൾക്ക് വേണ്ടി. ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. കണ്ടോ, മക്കൾക്ക് വേണ്ടി എപ്പോഴും രക്ഷിതാക്കൾ ദുആ ചെയ്യണമെന്നാ റസൂലുള്ള പഠിപ്പിക്കുന്നത്. അതിന് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പാരമ്പര്യമല്ല, എത്രയോ സംവത്സരങ്ങളുടെ പാരമ്പര്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്കും ഇസ്ഹാഖ് നബിക്കും നബി നടത്തിയ അതേ പ്രാർത്ഥന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ എന്നീ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്നു. എന്താണ് പ്രാർത്ഥന? അഊദു ബികലിമാത്തില്ലാഹി തആമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്? ഞാനിതാ അഭയം ചോദിക്കുന്നു. ബികലിമാത്തില്ലാഹി അത്താമ്മത്തി, അല്ലാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന, പടച്ചതമ്പുരാന്റെ സമ്പൂർണമായ കലിമത്തുകൾ, ഒരു പോരായ്മയുമില്ലാത്ത ഒരു ന്യൂനതകളുമില്ലാത്ത കലിമത്തുകളാണ് പടച്ചതമ്പുരാന്റേത്. ആ കലിമത്തുകളിലൂടെ ഇതാ അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. എന്തിൽ നിന്നൊക്കെയാ അള്ളാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നത്? മക്കൾക്ക് വേണ്ടി. മിൻ കുല്ലി ശൈത്താൻ, എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും, സർവ പിശാചുക്കളിൽ നിന്നും മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് കാവലിന് ചോദിക്കുന്നു. വഹാമ്മത്തിൻ, ഹാമ്മത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും ഉപദ്രവവും ഉണ്ടാക്കുന്ന ഏത് നിലക്കുള്ള ജീവികളും വിട്ടുകഴിഞ്ഞു. ഉപദ്രവം ഉണ്ടാക്കുന്ന വിഷജന്തുക്കൾ, അത് പാമ്പായിരുന്നാലും തേളായിരുന്നാലും, ഉപദ്രവം ഉണ്ടാക്കുന്ന ഏത് ദുഷിച്ച ജന്തുക്കളാണെങ്കിലും, ഏത് നിലക്കുള്ള അത്തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്ന ജന്തുക്കളിൽ നിന്നും ഞാനിതാ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, വമിൻ കുല്ലി ഐനിൻ, ഐനി എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. കണ്ണിൽ നിന്നും, എല്ലാ കണ്ണിൽ നിന്നും ഞാൻ അഭയം ചോദിക്കുന്നു. ലാമ്മത്തിൻ, ആക്ഷേപകാരിയായ കണ്ണ്. ആക്ഷേപകാരിയായ കണ്ണ്, ചില ദൃഷ്ടികളുടെ നോട്ടങ്ങൾ ചില സമയത്ത് അത് ഉപദ്രവം ഉണ്ടാക്കും.
അതാണ് കണ്ണേറ് എന്ന് പറയുന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള ഉപദ്രവം ഏൽക്കാതിരിക്കാൻ തന്റെ കൊച്ചുമക്കൾക്ക് പേരക്കിടാങ്ങൾക്ക് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന രക്ഷാ കവചത്തിന്റെ പ്രാർത്ഥനയാണ് ഈ കേട്ടത്. അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മത്തിൻ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. സ്ഥിരമായി നമ്മുടെ കുട്ടികൾ അത് കേൾക്കട്ടെ. സ്ഥിരമായിട്ട് നമ്മുടെ കുട്ടികൾ അത് കേൾക്കുമ്പോ ഒരു മാസം നിങ്ങൾ അതിങ്ങനെ ചൊല്ലുന്നത് കുട്ടികൾ കേൾക്കുമ്പോ കുറച്ച് കഴിയുമ്പോ നിങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മ ബാക്കി എന്താ മോനെ എന്ന് ചോദിച്ചാൽ ആ മോനോ മോളോ പറയും മിൻ കുല്ലി ശൈത്താൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ബാക്കി എന്താ മോളെ എന്ന് ചോദിച്ചാൽ ആമ്മ എന്ന് പറയണം. അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങ് ചെയ്തു നോക്കൂ. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇതെന്തിനു വേണ്ടിയാ ഉപ്പ പറയുന്നത് എന്ന്, ഇതെന്തിനു വേണ്ടിയാണ് ഉമ്മ ദുആ ചെയ്യുന്നത് എന്ന് മക്കൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അവർ ഉറക്കിക്കിടത്തുന്ന നേരത്ത്, അതുപോലെ തന്നെ അവരുമായി നമ്മൾ സംഗമിച്ചു കൊണ്ടിരിക്കുമ്പോ, സംസാരത്തിലും ലാളനയിലും ഒക്കെ ആയിരിക്കുമ്പോ ആ മക്കളുകൾക്ക് പറയണം അല്ലെങ്കിൽ ഉഈദുക അല്ലെങ്കിൽ ഉഈദുകുമാ. ഒരാൾക്ക് വേണ്ടിയാണെങ്കിൽ ഉഈദുക, അല്ലെങ്കിൽ രണ്ടാളാണെങ്കിൽ ഉഈദുകുമാ, കുറെ ആളാണെങ്കിൽ ഉഈദുകും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ആശയം. ബികലിമാത്തില്ലാഹി തമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ മുഖേന, പടച്ചോന്റെ കലിമത്തുകൾ മുഖേന അള്ളാഹുവിനോടാണ് ആ പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥനയെ പോലും ശിർക്കിന് തെളിവാക്കുന്ന ലോകമാണിത്. അവിടെ കലിമാത്തുല്ലാഹി താമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണമായ കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഔലിയാക്കന്മാരാണ്, അമ്പിയാക്കന്മാരുടെ ആത്മാവുകളാണ്, പരിശുദ്ധരായ മഹാത്മാക്കളോടാണ് ഈ പ്രാർത്ഥന എന്ന് വളരെ ദുർവ്യാഖ്യാനം പറയുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവര് പറയാണെന്ത്, അള്ളാഹുവിന്റെ റസൂല് വരെ മഹത്തുക്കളെ വിളിച്ച് സഹായം തേടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം തേടിയിട്ടുണ്ട് പോലും. എന്താ തെളിവ്? ഈ പ്രാർത്ഥനയാണ് പറയുന്നത്. ഇവിടെ എവിടെയാണ് റസൂലുള്ള അമ്പിയാക്കളോട് തേടിയത്? ഇവിടെ ഏതിലാണ് റസൂലുള്ള ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചത്? അപ്പൊ ദുർവ്യാഖ്യാനവും പച്ചക്കള്ളവും റബ്ബിന്റെ ദീനിന്റെ പേരിൽ അങ്ങ് പറയാൻ ഒരു വിഭാഗം കക്ഷികൾക്കും മടിയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ കലിമാത്തില്ലാഹി താമ്മ കൊണ്ട് ഉദ്ദേശം അമ്പിയാക്കളല്ല, ഔലിയാക്കളുമല്ല, പടച്ച തമ്പുരാന്റെ കലാമാണ് ഉദ്ദേശം. അള്ളാഹുവിന്റെ കലാമ് ഒരു പോരായ്മയുമില്ലാത്ത പടച്ച തമ്പുരാന്റെ കലിമാത്തുകളാണ് ഉദ്ദേശം. വിശുദ്ധ ഖുർആൻ അടക്കമുള്ള റബ്ബിന്റെ കലിമാത്തുകളാണ് ഉദ്ദേശം. അവയെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്നാണ് ഈ പ്രാർത്ഥനയിൽ പറയുന്നത്. അതല്ലാതെ അമ്പിയാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നല്ല, ഔലിയാക്കളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നല്ല. ഇത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമ്മൾ. അപ്പൊ ഈ പ്രാർത്ഥനയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ജനിച്ചുണ്ടായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയും എപ്പോഴും പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കുന്നുണ്ട്. ദുഷ്ടജന്തുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ഇഴജീവികളിൽ നിന്നുമൊക്കെ കാവലിന് ചോദിക്കലുണ്ട്. ആക്ഷേപകാരിയായ കണ്ണിന്റെ നോട്ടത്തിലൂടെ ഉണ്ടാകുന്ന കണ്ണേറ് പോലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നുണ്ട്. അങ്ങനെ മക്കൾക്ക് വേണ്ടി ഇടയ്ക്കിടെ ബർക്കത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം കൂടി ഇതിലുണ്ട്. സുഹൃത്തുക്കളെ, ഈ പൈശാചികമായ നിലക്കുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, പിശാചി ഏത് നിലക്കാണ് ഒരു മനുഷ്യരിൽ ഉപദ്രവം ഉണ്ടാക്കുന്നത് നമുക്കത് പറയാൻ കഴിയൂല, നമുക്കത് അറിയാൻ കഴിയൂല. മുന്നിലൂടെ, പിന്നിലൂടെ, വലതുഭാഗത്തിലൂടെ, ഇടതുഭാഗത്തിലൂടെ എന്നൊക്കെ അവൻ പറഞ്ഞതല്ലേ. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് നമ്മൾ കാണാത്ത എന്തെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ പലതും നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികൾ വരെ അതറിയുന്നു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സാന്ദർഭികമായ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്, ഇദാ സമഅതും സിയാഹദ്ദീകതി ബില്ലൈൽ ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി ഫഇന്നഹാ റഅത് മലകൻ വഇദാ സമഅതും നഹീഖൽ ഹിമാരി ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്വാൻ ഫഇന്നഹാ റഅത് ശൈത്താനാ.
ലഈഫായ ഹദീസല്ല, മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അഥവാ ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സമഅ്തും, ഓ വിശ്വാസികളെ, നിങ്ങൾ കേട്ടാൽ സിയാഹദ്ദീഖതി, കോഴിയുടെ കൂവൽ കേട്ടാൽ, ഫസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, നിങ്ങൾ അല്ലാഹുവോട് അവന്റെ ഫദ്ലിൽ നിന്ന് ചോദിക്കണം. കോഴി കൂവുന്നത് കേട്ടാൽ പടച്ചതമ്പുരാനോട് ഫദ്ലിനെ ചോദിക്കണം. കാരണം ഫഇന്നഹാ റഅത് മലക, ആ കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു. നമ്മളെ സുല്ലമിക്ക് ദഹിക്കൂല. അതേപോലെ തന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കാത്തതൊക്കെ തള്ളും എന്ന് പറയുന്ന ഒരു കക്ഷികൾക്കും ദഹിക്കൂല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ നിങ്ങൾ അള്ളാഹുവിനോട് ഫദ്ലിനെ ചോദിച്ചോളൂ. കാരണം ആ കോഴി മലക്കിനെ കണ്ടിരിക്കുന്നു. അത് ശരി, അപ്പൊ കോഴിയാ മലക്കിനെ കാണല്? നമ്മളെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ. യോജിക്കണ്ട, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞു. സ്വീകരിക്കണമെങ്കിൽ സ്വീകരിച്ചോളൂ. ഹദീസ് നിഷേധികളായ ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഹദീസ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിമിന് ഇതിൽ പാഠമുണ്ട്. നമ്മൾ കാണാത്തത്, നമ്മുടെ അത്രയൊന്നും പവറില്ലാത്ത, നമ്മുടെ അത്രയൊന്നും ആ നിലക്കുള്ള കഴിവില്ലാത്ത കോഴി നമ്മൾ കാണാത്തത് കാണുന്നുണ്ട്. മലക്കിനെ കണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ കോഴിയുടെ കൂവൽ രാത്രിയിൽ കേട്ടാൽ, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക്, പടച്ചവനോട് അവന്റെ ഫദ്ലിൽ നിന്ന് ചോദിച്ചോളൂ. അതേ അവസരത്തിൽ വൈദാ സമഅ്തും നഹീഖൽ ഹിമാരി, കഴുതയുടെ കരച്ചിൽ നിങ്ങൾ കേട്ടാൽ, ഫതഅവ്വദൂ ബില്ലാഹി മിനശ് ശൈത്താൻ, നിങ്ങൾ അല്ലാഹുവിനോട് പിശാചിൽ നിന്ന് കാവലിനെ ചോദിച്ചോളൂ. ഫഇന്നഹാ റഅത് ശൈത്താന, ആ കഴുത ശൈത്താനെ കണ്ടിരിക്കുന്നു. കഴുത ശൈത്താനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ അള്ളാഹുവിനോട് നിങ്ങൾ ശൈത്താനിൽ നിന്ന് അഭയം ചോദിച്ചോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാണ്. സഹീഹുൽ ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം. നിങ്ങൾ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സമഅ്തും നബാഹൽ കിലാബി ونهيق الحمر بالليل فتعوذوا بالله فإنهن يرين ما لا ترون. إذا سمعتم نباح الكلاب, നായ്ക്കൾ ഓരിയിടുന്ന ശബ്ദം നിങ്ങൾ കേട്ടാൽ, ونهيق الحمر بالليل, രാത്രിയിൽ കഴുതകൾ കരയുന്നതും നിങ്ങൾ കേട്ടാൽ, فتعوذوا بالله, നിങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിച്ചോളൂ. ഫഇന്നഹുന്ന, നിശ്ചയമായും ആ നായ്ക്കളും കഴുതകളുമൊക്കെ, യറൈന മാ ലാ തറഊൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്തത് അവ കാണുന്നുണ്ട്. ഇതും ഇമാം അഹ്മദ് അവിടുത്തെ റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിലും അതുപോലെ തന്നെ അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊക്കെയുള്ള ഹദീസുകളിൽ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വരുന്ന ഒരു സുഹൃത്തുക്കളെ, പിശാചിന്റെ പ്രവർത്തനങ്ങളും പിശാച് നമുക്കിടയിൽ നടത്തുന്ന ആ നിലക്കുള്ള ഫിത്നകളുമൊക്കെ ഏതൊക്കെ നിലക്കാണ് നമ്മിലൊരു സ്വാധീനിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് രക്ഷ തേടാൻ പറഞ്ഞിടത്തൊക്കെ രക്ഷ തേടുക. എന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ ഒരിക്കലും ഒരാൾക്കും പാടില്ല. വിവാഹ ജീവിതത്തിലൂടെ, സന്താനങ്ങൾ ജനിക്കുന്നതിലൂടെ, ജനിച്ചുണ്ടായ സന്താനങ്ങളിലൂടെ, അതേപോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏത് നിലക്ക് ശൈത്താന്റെയും മറ്റുള്ള വസ്തുക്കളുടെ ഉപദ്രവങ്ങളുണ്ടോ, പടച്ചവനോട് അഭയം ചോദിക്കണം, അഭയം ചോദിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന മാതൃകകളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു നല്ലൊരു സമൂഹത്തിന്റെ ഒരു ഉത്തമമായ തലമുറക്ക് ജന്മം നൽകുന്നത് വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചെറിയ യൂണിറ്റിലൂടെയാണ്. ഒരു ചെറിയ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു ഭാര്യ, ഒരു ഭർത്താവ്, ഇതിലൂടെയാണ് പിന്നീട് മക്കൾക്ക് മക്കൾ, ഒരു വലിയ തലമുറ. ആ ഉണ്ടാകുന്ന തലമുറയാണ് ഒരു സമൂഹമായി വളരുന്നത്. ആ സമൂഹം ഉത്തമമായ സമൂഹമാകണം. അവർ നല്ലവരാകണം, അവർ പടച്ചവനെ പേടിയുള്ളവരാകണം, അവർ പിശാചിന്റെ വക്താക്കളാവരുത്. അതിനു വേണ്ട നിർദ്ദേശങ്ങൾ വിവാഹം എന്ന് പറയുന്ന ആ അടിക്കല്ലിടലിടുന്ന അവസരം മുതൽക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തുടക്കം മുതലേ സൂക്ഷ്മത കൈയാളുവാൻ വേണ്ടി നിർദ്ദേശങ്ങൾ നൽകി, നിയമങ്ങൾ പാസാക്കി. അതോടൊപ്പം ഏത് കാൽവെപ്പുകളും വളരെ ജാഗ്രതയോടുകൂടി ആയിത്തീരണം എന്ന നിലക്ക് ഓരോ കാൽവെപ്പുകളിലും പ്രാർത്ഥനകൾ, ദിക്റുകൾ, ദുആകൾ, രക്ഷതേടലുകൾ ഒക്കെ നിർവഹിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മാതൃകയായി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലും നാം അനിസ്ലാമികമായ കാര്യങ്ങളോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ആ സംസ്കാരത്തിന്റെ വക്താക്കളായി നാം മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ
ربنا تقبل إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد